തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജഭരണം നിലനിന്നിരുന്ന കാലം മുതൽ മലബാറിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ ഉള്ള കാലത്ത് പൊതുവെ ആളുകളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ആരെയും ഇടിക്കാം, ചവിട്ടാം, തൊഴിക്കാം എന്നൊക്കെയാണ്. പോലീസുകാരും ദൈവദത്തമായ അവരുടെ ഈ അവകാശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഇപ്പോഴും ചില പോലീസുകാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. സ്റ്റേഷനിൽ വരുന്ന ആരെയും തല്ലാം, ഇനി സ്റ്റേഷനിൽ വരാത്തവരെ വീട് കയറി തല്ലാം എന്ന് വിചാരിക്കുന്ന പോലീസുകാരുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഈ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസിൽ ഈ മർദ്ദകന്മാർ. സാധാരണയിൽ പോലീസുകാർ 4000 നിർത്തിയിട്ടുണ്ടെങ്കിൽ തല്ലുകയില്ല, തല്ലിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇവരത്ര തല്ലിയാലും നാട്ടുകാർ നന്നാവില്ല എന്ന് ആളുകൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ തല്ലുന്ന പോലീസുകാരുടെ കൈ ചീത്തയാവും എന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു വിശേഷവുമില്ല. അതുകൊണ്ടിപ്പോൾ പോലീസിൻ്റെ തല്ല് താരതമ്യേന കുറവാണ്. അല്ലെങ്കിൽ പിന്നെ അത്ര ശക്തമായ എന്തെങ്കിലും പ്രലോഭനമോ സ്വാധീനമോ ഉണ്ടായിരിക്കും എന്ന് മാത്രമേ തല്ലുള്ളൂ. പക്ഷേ അതിന് അപവാദമായിട്ടുള്ള ഒരു പോലീസുകാരനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അലവി എന്നാണ്. ഈ അലവി സാറ് അല്ലെങ്കിൽ അലവി സാഹിബ് നിലമ്പൂർ സ്റ്റേഷനിലെ SI ആയിരുന്നു. ഇപ്പോഴും സർവീസിലുണ്ടോ, അതോ പിരിച്ചു വിട്ടോ, അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമായി പോയോ, പ്രൊമോഷൻ കിട്ടിയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം നിലമ്പൂരിൽ സബ് ഇൻസ്പെക്ടറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയെ ശല്യം ചെയ്തു എന്ന പരാതിയിൽ പിടിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പുള്ളി സ്റ്റേഷനിൽ വെച്ച് നല്ല അസൽ ഇടി വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. പോലീസിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ ഇടി അത്ര കാര്യപ്പെട്ട കാര്യമാണ് നമുക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് ഈ ഇടി കൊണ്ട യുവാവിൻ്റെ സഹോദരി അതേ സ്റ്റേഷനിൽ ഒരു വനിതാ പോലീസായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിനെ തടസ്സം പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവരെ തല്ലി എന്നാണ് ആരോപണം. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഇതുപോലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഏതായാലും തല്ലുകൊണ്ട ചെറുപ്പക്കാരൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. ഈ പ്രൈവറ്റ് കംപ്ലയിൻ്റൊക്കെ ഫയൽ ചെയ്യാൻ എളുപ്പമാണെങ്കിൽ അത് തെളിയിക്കൽ അത്ര എളുപ്പമല്ല. ഏതായാലും പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അലവി സാറ് ഗ്രന്ഥം പരിശോധിച്ചു നോക്കി. അപ്പോൾ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു കാര്യം പുള്ളിക്ക് മനസ്സിലായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് പ്രോസിക്യൂഷൻ നടത്തണമെങ്കിൽ പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആണെങ്കിൽ പോലും അതിന് സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങണം. ഈ തല്ലുകൊണ്ട ചെറുപ്പക്കാരൻ അഥവാ പരാതി കൊടുത്ത ചെറുപ്പക്കാരൻ സർക്കാരിൽ അപേക്ഷ കൊടുത്തിട്ടുമില്ല, അനുവാദം വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഒറ്റ കാരണത്താൽ കേസ് തള്ളിപ്പോണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. കേസ് തള്ളിക്കളയണം. തല്ലാനുള്ള അധികാരം എന്ന് പറയുന്നത് ദൈവദത്തമാണ്. ഇനി തല്ലിയവൻ്റെ പേരിൽ കേസെടുക്കാനായിട്ട് പരാതി കൊടുക്കാനോ മജിസ്ട്രേറ്റിന് കേസെടുക്കാനോ പറ്റുകയില്ല. പറ്റണമെങ്കിൽ എന്ത് വേണം? സർക്കാരിൻ്റെ അനുവാദം വാങ്ങും. ഈ കേസിൽ അനുവാദമില്ല. അതുകൊണ്ട് തല്ലിയവൻ തല്ലുകൊണ്ട് വീട്ടിലിരിക്കാനേ പറ്റുകയുള്ളൂ. ആ അനുവാദം കിട്ടാത്തിടത്തോളം കാലം പരാതി കൊടുക്കാൻ പറ്റുകയില്ല. ഇതാണ് അലവി സാറിൻ്റെ വാദം. പക്ഷേ നിലമ്പൂരെ അന്നത്തെ പണ്ഡിതനായ മജിസ്ട്രേറ്റിന് ഇത് ബോധ്യമായില്ല. പുള്ളി പറഞ്ഞു, ഈ വഴിയെ പോകുന്ന ആൾക്കാരെ തല്ലാനുള്ള അധികാരമൊന്നും പോലീസിനില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി പോലീസിൻ്റെ ദൈവദത്തമെന്ന് ഇവർ പറയുന്ന ഈ അധികാരം എടുത്തുകൾ ഇപ്പോൾ ആ അധികാരം ഇല്ല. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിനെതിരായിട്ട് അലവി സാറ് ഹൈക്കോടതിയെ സമീപിച്ചു. അതിൻ്റെ വാർത്തയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഈ തല്ലുകൊണ്ടവൻ്റെ ഭാഗ്യം എന്നേ പറയാമോ, K. ബാബു എന്ന് പറഞ്ഞ നീതിമാനായ ഒരു ജഡ്ജി എടുത്ത വന്ന്, നമ്മുടെ തൃപ്പൂണിത്തുറ MLA ബാബു അല്ല, വേറൊരു ബാബു ഉണ്ട്. ഇദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ്. സിവിൽ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം ഈ കേസിൻ്റെ ഫയൽ പരിശോധിച്ച് നോക്കിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഈ SI അദ്ദേഹം പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു കഥയുമില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സ്റ്റേഷനിൽ വരുന്നവരെ തല്ലാനായിട്ട് ഭരണഘടനാപരമായിട്ടോ ദൈവദത്തമായിട്ടോ ഒരു അധികാരവും ഒരു പോലീസുകാരനും ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് ഏതെങ്കിലും പോലീസുകാരൻ വിചാരിക്കുകയാണെങ്കിൽ അവൻ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരും. അതിന് സർക്കാരിൻ്റെ അനുവാദം മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രതികളെ തല്ലുക എന്നുള്ളത് ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമല്ല, കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമല്ല. സ്റ്റേഷനിൽ വരുന്നവരെ തല്ലാനായിട്ട് പോലീസുകാർക്ക് ഭരണഘടനയിലോ മറ്റേതെങ്കിലും വ്യവസ്ഥയിലോ പോലീസ് ആക്ടിലോ ഒരു സ്ഥലത്തും അധികാരം നൽകുന്നില്ല എന്ന് ജസ്റ്റിസ് ബാബു ഖണ്ഡിതമായിട്ട് വിധിച്ചത്. അതുകൊണ്ട് അലവി സാർ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി വിചാരണ നേരിടണം എന്നാണ് വിധിയുടെ രത്ന ചുരുക്കം. സത്യം പറഞ്ഞാൽ ഈ വാർത്ത വായിച്ചപ്പോൾ കേരളത്തിലെ ഒരുപാട് പോലീസുകാരെ പോലെ ഞാനും ദുഃഖിച്ചു. കാരണം പോലീസുകാർക്ക് ആളുകളെ തല്ലാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഈ അധികാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അലവി സാറ് സുപ്രീം കോടതിയിൽ പോകണം. ഇനി സാറിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലീസ് അസോസിയേഷൻ പിരിവിട്ട് ആവശ്യത്തിനുള്ള പൈസ കൊടുക്കണം. കാരണം ഈ വിധി നിലനിൽക്കുകയാണെങ്കിൽ മർദ്ദകന്മാരായ പോലീസുകാരുടെ കാര്യം വളരെ കഷ്ടത്തിലാവും.
മാത്രമല്ല കേരള സർക്കാരിന് തന്നെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാർ ഈ കേസിൽ കക്ഷിയല്ല. കാരണം മജിസ്ട്രേറ്റ് കോടതിയിലെ വാദിയും പ്രതിയായിട്ടുള്ള അലവി സാറും മാത്രമേ കക്ഷിയായിട്ടുള്ളൂ. ക്രിമിനൽ റിവിഷൻ പെറ്റീഷനാണ്. പക്ഷേ സർക്കാർ സ്വന്തം നിലയ്ക്ക് ഇത് ടേക്കപ്പ് ചെയ്ത് സുപ്രീം കോടതിയിൽ പോകേണ്ടതാണ്. കാരണം കേരള പോലീസിന് ഇങ്ങനെ ആളുകളെ മർദ്ദിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പോലീസിന് തന്നെ പോകണം കേടാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടില്ലേ, പോലീസിൻ്റെ ആത്മവീര്യം തകർക്കാൻ പാടില്ല. ആത്മവീര്യത്തിൻ്റെ ഭാഗമാണ് മർദ്ദനം. പോലീസ് സ്റ്റേഷനിൽ ഇടത്തെ കാല് വെച്ച് ചെന്നാൽ പോലീസുകാർ തല്ലും. നീ ഇവിടെ മുടിപ്പിക്കാൻ വന്നതാണോടാ ഡാഷ് എന്ന് ചോദിച്ചു. വലത്തെ കാല് വെച്ച് ചെന്നാലോ അപ്പോഴും തല്ലും. നീ ഇവിടെ സ്ഥിരതാമസമാക്കാൻ വന്നതാണോടാ ഡാഷ് എന്ന് പറയും. ഈ ഡാഷിൻ്റെ സ്ഥലത്ത് വേറെ പല വാക്കുകളായിരിക്കും എന്ന് മാത്രം. അങ്ങനെയുള്ള പോലീസ് സംസ്കാരം നിലനിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള വിധികൾ വരുന്നത് ഒരു കാരണവശാലും ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് സർക്കാർ ഈ വിഷയം ടേക്കപ്പ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അജിത് കുമാർ സാറുള്ള സമയത്താണെങ്കിൽ സാറ് തീർച്ചയായിട്ടും ടേക്കപ്പ് ചെയ്യാനും. ഇപ്പോൾ സാറില്ല എന്ന് വെച്ചാൽ മനോജ് സാറും മറ്റ് സാറുമാർ ഈ വിഷയം സീരിയസ് ആയിട്ട് എടുക്കും. അവർ ഇതിൻ്റെ പുറത്ത് സുപ്രീം കോടതിയിൽ ഒരു തേർഡ് പാർട്ടി പെറ്റീഷൻ കൊടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും അലവി സാർ പോകാതിരിക്കരുത്. സുപ്രീം കോടതിയിൽ ചെന്ന് ഈ ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് ചെയ്ത് മേടിക്കണം. അല്ലെങ്കിൽ അലവി മാത്രമല്ല, അലവിയെ പോലുള്ള എല്ലാ അലവലാദികളും വളരെ ബുദ്ധിമുട്ടിലാവും. ആ കാര്യം ബഹുമാനപ്പെട്ട സർക്കാരിനെയും ബന്ധപ്പെട്ട ഓഫീസർമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.